ക്യൂ നിൽക്കുന്നത് കള്ളപ്പണക്കാർക്ക് വേണ്ടിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ അൽഫോൺസ് കണ്ണന്താനം, കേന്ദ്ര സർക്കാരിന് ഓരോ ദിവസവും ഓരോ മനസ്സാണ്. ഒരു ദിവസം കേന്ദ്ര സർക്കാർ പറയുന്നു കള്ളപ്പണം മുഴുവൻ രാജ്യത്തിന് പുറത്താണ് എന്ന്. മറ്റൊരു ദിവസം കേന്ദ്ര സർക്കാർ പറയുന്നു കള്ളപ്പണം അകത്തുണ്ട്, അത് പിടിക്കേണ്ടതുണ്ട് എന്ന്. ഒരു ദിവസം പറയുകയാണ് സാധാരണക്കാർ കുറച്ചു നേരം ബുദ്ധിമുട്ടണം പണം മാറ്റിയെടുക്കുന്നതിന്, വലിയൊരു യുദ്ധത്തിൽ പങ്കാളികളാകുന്നതിൻ്റെ ഭാഗമായി എന്ന്. മറ്റൊരു ദിവസം പറയുന്നു ഈ ക്യൂ എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയുന്നതല്ല, ഇത് കള്ളപ്പണക്കാർക്ക് വേണ്ടി സാധാരണക്കാരെ ദുരുപയോഗം ചെയ്യുകയാണ്, അങ്ങനെ കള്ളപ്പണം തന്നെ വെളുപ്പിക്കുവാനുള്ള ഉപകരണമാവുകയാണ് ഒരു ജനത എന്നാണ്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ഒരു ദിവസം നിങ്ങൾ ഒരു ക്യൂവിൽ നിൽക്കുന്നയാളെ ശരിയായ പണം മാറ്റുന്നതിന് വേണ്ടി വരുന്നയാളെന്ന് പറയുന്നു, ബാക്കിയുള്ളവർക്കൊക്കെ ഉറക്കം കെട്ട് കിടക്കുകയാണ് എന്ന് പറയുന്നു. അടുത്ത ദിവസം നിങ്ങൾ പറയുകയാണ് ഇതാ ഈ സാധാരണക്കാരൻ സാധാരണക്കാരനല്ല, കള്ളപ്പണക്കാരന് വേണ്ടി വന്നു നിൽക്കുകയാണ്, വേഷം മാറിയ കള്ളപ്പണക്കാരനാണ് ഈ നിൽക്കുന്നത്, അതുകൊണ്ട് ഇയാളുടെ വിരലിൽ ഇനിയിപ്പോൾ അടയാളം പതിപ്പിക്കാൻ പോവുകയാണ് എന്ന്. ആരെയാണ് നിങ്ങൾ അവിശ്വസിക്കുന്നത്? ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ 70 വർഷമായി. ഈ 70 വർഷം പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഇതാ പരിഹരിച്ചുകൊണ്ടിരിക്കുക. ഇത് വലിയൊരു യുദ്ധമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് 16 ലക്ഷം കോടി രൂപയാണ് ഇന്ന് സർക്കുലേഷനുള്ളത്, ജനങ്ങളുടെ ഇടയിലുള്ളത്. അതിനകത്ത് 14 ലക്ഷം കോടി രൂപയും, ഒന്നും രണ്ടുമല്ല, 14 ലക്ഷം കോടി രൂപയും 1500-ൻ്റെയാണ്. ഇതിൽ നല്ലൊരു ശതമാനം പൂർത്തിവച്ചിരിക്കുകയാണ്. അത് കള്ളപ്പണമാണ്. എന്ന് പറഞ്ഞാൽ കള്ളപ്പണം എന്ന് പറഞ്ഞാൽ ഇത് വ്യാജ കറൻസി ആണെന്നല്ല നമ്മൾ പറയുന്നത്. പാകിസ്ഥാനിൽ പ്രിൻ്റ് ചെയ്തോ അല്ല ഇവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തോ എന്ന് പറയല്ല പറയുന്നത്. ഇത് അക്കൗണ്ടിലില്ലാതെ ഉണ്ടാകുന്ന പണം, അതാണ് കള്ളപ്പണം. ടാക്സ് നികുതി കൊടുക്കാത്ത പണം, അതാണ് കള്ളപ്പണം, അല്ലാതെ വ്യാജ കറൻസി ഒന്നുമല്ല. ഇതിനകത്ത് നല്ലൊരു പങ്കും വ്യാജ പണമാണ്. ആ വ്യാജ പണത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും, ഇല്ലാതാക്കണമെന്ന് കഴിഞ്ഞ 70 വർഷമായിട്ട് ഇവിടുത്തെ സർക്കാരുകൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു, പാർലമെൻറ്റിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു, പല പാർട്ടികളും വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ കാര്യമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള ഒരു നടപടിയും എടുക്കാൻ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. ഇതാ മോദി സർക്കാർ ധൈര്യത്തോടെ നട്ടലോടുകൂടി ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നടപടി എടുത്തിട്ടുണ്ട്. യുദ്ധമാകുമ്പോൾ ഇതിനകത്ത് ജനങ്ങൾക്ക് ഇതിപ്പോൾ താങ്കൾ ചോദിക്കുന്നത് ഈ ക്യൂവിൽ നിൽക്കുന്നവരെ വിശ്വസിക്കണോ വേണ്ടയോ? ഇതൊക്കെ ചെറിയ ചെറിയ കൊച്ചു പ്രശ്നങ്ങളാണ്. നമുക്ക് ഈ പണത്തെ ഒരു ജനതയെ അവിശ്വസിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു ജനതയെ അവിശ്വസിക്കുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു ദിവസം നിങ്ങൾ പറയുകയാണ് ഇതാ യഥാർത്ഥത്തിൽ കണക്കുകൾ കാണിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് അതുകൊണ്ട് പ്രായോഗികമായ ചില വിഷമതകളെ വരുമെന്ന്. അടുത്ത ദിവസം നിങ്ങൾ അതേ ആൾക്കൂട്ടത്തെ തന്നെ ചൂണ്ടിക്കാട്ടി പറയുകയാണ് ഇത് വേഷം മാറി നിൽക്കുന്ന കള്ളപ്പണക്കാരനാണ് എന്ന്. നമ്മുടെ ഇലക്ഷൻ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? വോട്ട് കഴിയുമ്പോൾ എന്താ ചെയ്യുന്നത്? വോട്ടിട്ട് കഴിയുമ്പോൾ നമ്മൾ മഷി പുരട്ടും. എന്തുകൊണ്ടാണ്? ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ പ്രക്രിയയാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ ഒരു പ്രക്രിയയായിട്ട് മാത്രം നമ്മൾ ഈ പണത്തെ നമ്മൾ മാറുന്നതായിട്ട് കണ്ടാൽ മതി. അല്ലാതെ ഇതാരോടും വിശ്വാസക്കുറവുള്ളതുകൊണ്ടല്ല. തിരികെ എത്താം. ശ്രീ എം ഐ ഷാനവാസ്, അങ്ങുൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയാണ്, അങ്ങേക്ക് ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വാസമുണ്ട്. ആ പ്രക്രിയയിലെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം എന്നത് വിരലിൽ മഷി പതിക്കലാണ്. ഇപ്പോൾ വലതു വിരൽ ചൂണ്ടിക്കാട്ടുക, മഷി പുരട്ടുക, നിങ്ങൾ നേരായ മാർഗത്തിലൂടെ പണം സമ്പാദിച്ച് അത് മാറ്റിവാങ്ങാൻ വന്നിരിക്കുന്നയാളാണ്, ഒരു മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന ആർജവമുള്ള ഭടനാണ് എന്ന് കരുതുമോ ഈ ജനകോടികൾ സർക്കാരിൻ്റെ ഇന്നത്തെ ഈ തീരുമാനത്തെ? വേണു, ഇത് ഒരു യുദ്ധമൊന്നുമല്ല. അഴിമതിക്കെതിരായ, കള്ളപ്പണത്തിനെതിരായ ഒരു യുദ്ധമൊന്നുമല്ല ഇവിടെ നടക്കുന്നത്. ഒരു ഭ്രാന്തനാശയത്തിൻ്റെ സഫലീകരണത്തിന് വേണ്ടി നടത്തുന്ന ചില കസരത്തുകളാണ്. ഇവർ കയ്യിൽ മഷി പുരട്ടാൻ തീരുമാനിച്ചു എന്ന് കേട്ട ആ വാർത്ത കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കൈ മുറിക്കാൻ തീരുമാനിക്കാത്തത് നമ്മുടെയൊക്കെ ഭാഗ്യം. അതായത് 2500, 3000, 1000, 4000 വാങ്ങാൻ പോകുന്നവൻ, ഇപ്പം ഞാൻ ബാങ്ക് അക്കൗണ്ട് ഹോൾഡറാണ്, ഇൻകം ടാക്സ് പേ ചെയ്യാണ്,
എനിക്ക് 4000 രൂപയെ കിട്ടൂ. അങ്ങനെയുള്ള ലക്ഷോപലക്ഷം ആൾക്കാരെ ബാങ്കുകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ കള്ളന്മാരാക്കുകയാണ്, അവരെ വിശ്വസിക്കാൻ കൊള്ളാത്തവരാക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ ബ്ലാക്ക് മണി തീരുമോ? ഇതുകൊണ്ടൊക്കെ കൗണ്ടർ ഫീറ്റ് തീരുമോ? ഇന്ത്യയിലെ ഞാൻ പറയുന്നു, ഇന്ത്യൻ എക്കോണമിയുടെ നട്ടെല്ല് തകർത്ത ഒരു സംഭവമാണ്. ഒരു മോഡി കുറേ കളിച്ച് അഭ്യാസം കളിച്ച് മോഡി വീഴുകയാണ്. ആ വീഴ്ചയുടെ പതനം ഭീകരമായിരിക്കും വരും നാളുകളിൽ. ഇതിൽ നിന്നും കരകയറാൻ സാധ്യമല്ല. നാളെ ഉണ്ടാവില്ലേ ഈ കൗണ്ടർ ഫീറ്റ്? അമേരിക്കൻ ഡോളർ പോലും എത്രയോ ലക്ഷം കോടി രൂപയുടെ കൗണ്ടർ ഫീറ്റ് ഡോളർ ഇന്ന് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ കാണിക്കാൻ അവർക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. ഇതൊരു പാനിക്കി സിറ്റുവേഷൻ ഈ രാജ്യത്തുണ്ടാക്കി ഈ രാജ്യത്തെ സാധാരണക്കാരനെയാണ് ബാധിക്കുന്നത്. റിലയൻസിൻ്റെ പമ്പുകളിലേക്ക് ക്യൂ ആണ്. ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീ എം എ ഷാനവാസ്. ശ്രീ പി കരുണാകരനും ഇപ്പോൾ ഈ ചർച്ചയിൽ തത്സമയം പങ്കുചേരാൻ. അദ്ദേഹത്തിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായി ശ്രീ ജി വിജയരാഘവൻ, ഈ പദ്ധതിയുടെ മഹത്വം നാം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്താണ്. ഈ ചർച്ചയുടെ തുടക്കത്തിലും അതിന് കുറച്ച് സമയം അനുവദിച്ചു. ശ്രീ അൽഫോൺസ് കണ്ണന്താനം അത് പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആവർത്തനം നിങ്ങളിൽ ആരിൽ നിന്നും ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നില്ല. ഇതിൻ്റെ പ്രായോഗിക വശത്തിലുണ്ടായിരിക്കുന്ന കുഴപ്പങ്ങളാണ് നാം ഇവിടെ ഒന്നാമതായി ചർച്ച ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഈ വിരലിൽ പുരട്ടൽ കലാപരിപാടിയുമായി ഇറങ്ങിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഒരൊറ്റ കാര്യം, അത് അത്രമാത്രം പ്രായോഗികമാണ് സാർ. 133 കോടി ജനതയുണ്ട്. ഒരാൾ ഇതിന് വരുന്നു, അയാളെ വീണ്ടും വരുത്താതിരിക്കാൻ ഈ വിരൽ മഷി പ്രയോഗം കൊണ്ട് തടയാൻ കഴിയും. ജനം ബാക്കി നിൽക്കുകയാണ്, വന്നു നിൽക്കുകയും ഇത് നേടിയെടുക്കുകയും ചെയ്യും. അത് കള്ളപ്പണക്കാർക്ക് വേണ്ടിയാണോ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയാണോ എന്നത് ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് വിട്ടുകൊടുക്കാം, ഓരോരുത്തരുടെയും ചോയ്സ് ആണത്. പക്ഷേ ഇത് പ്രായോഗികമല്ല എന്നതിൻ്റെ നല്ല തെളിവല്ലേ ഇത്? ഇതിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ കറൻസി മാറ്റാൻ പോകുന്ന ആളിന് മാത്രം മതി ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഉള്ള ഒരാൾ ബാങ്കിൽ എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാം. ഇതിലൊരു ഞാൻ അവിടെ തന്നെ അങ്ങയോട് ഖണ്ഡിക്കുകയാണ്. ഈ സംവിധാനത്തിന്റെ പോരായ്മയാണ് അങ്ങ് ചൂണ്ടിക്കാട്ടുന്നത്. എത്ര വേണമെങ്കിലും നിക്ഷേപിക്കാം, വിതരണം നിയന്ത്രിക്കപ്പെടുന്നു. ഇതാണ് അതിന്റെ അപാകത. ഇതിലൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, നമ്മളിപ്പോൾ ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഫെഡറൽ ബാങ്കിൻ്റെ 2-3 ATMകളിൽ ആളുകൾ ഓരോരുത്തരൊക്കെ ഇറങ്ങുന്നു, ഒരാളിൽ കൂടുതലൊന്നും പുറത്ത് നിൽക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താ? കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ആളുകൾ എടുക്കാനുള്ള പൈസ കുറെ എടുത്തിട്ടുണ്ട്, അത് ചെലവാക്കാതെ ഇരിക്കുകയാണ്. പലരും ചെലവാക്കാതെ പലരും ഇരിപ്പുണ്ട്. എങ്ങനെയാണെന്ന് അറിയില്ല. 2000 രൂപ പലയിടത്തും വാങ്ങുന്നില്ല. ഇതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് നടന്നു ആർക്കും അവകാശം. ഒറ്റ ചോദ്യം, ഈ രാജ്യത്തെ ഇപ്പോൾ ഏറ്റവും വലിയ കള്ളപ്പണ വേട്ടയുടെ ഏറ്റവും ഒടുവിലത്തെ മാർഗമായി ഇവർ ചിത്രീകരിക്കുന്ന മഷിപ്രയോഗം അത് നടക്കുന്നതാണോ അല്ലാത്തതാണോ? നടക്കാതിരിക്കാൻ നോക്കൂല. കാരണം ഒരാൾ 4000 അല്ലല്ല. ഇതിലൊരു കാര്യം നമ്മൾ ഈ ഗ്രൂപ്പിന് വഴങ്ങാൻ സാധിക്കുന്ന ആൾക്കാർ ഒരു ചെറിയ നമ്പറാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞു. ഞാനൊരു 4 ദിവസം മുൻപ് എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ 2-3 ചെറുപ്പക്കാർ സംസാരിച്ചുകൊണ്ട് പോവാം. 1000 രൂപയ്ക്ക് അവന് 10% തരാമെന്ന് പറഞ്ഞു. നമുക്ക് നിൽക്കാം, കുറച്ച് കഴിയട്ടെ, അവർ 30-40 തരും, എന്നിട്ട് മാറ്റിയാൽ മതിയെന്ന് പറയും. ഞാൻ എല്ലാവരും അങ്ങനെയാണെന്ന് പറയുന്നില്ല. പക്ഷേ ഇതിൽ പലരും തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ ഇതിൽ ഏറ്റവും നമ്മളൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇതിൽ വലിയൊരു ഗ്രൂപ്പ് ആൾക്കാർ ബിസിനസ്സുകാർ മാത്രമല്ല, പൊളിറ്റീഷ്യൻസ് ഒരുപാടുണ്ടെന്ന് മാത്രമല്ല, ഇതിൽ നമ്മൾ പലപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്യുന്നൊരു കാര്യം വരുന്നതിൽ ഈ ഒരു തുക ഇപ്പോൾ ഇതിൽ അവസാനം നമുക്കറിയാൻ പറ്റുന്ന എപ്പോഴാണ്? ഈ ഡിസംബർ 30 കഴിയുമ്പോൾ എത്ര രൂപ ഗവൺമെൻറ് കളക്ട് ചെയ്തു, എത്ര സർക്കുലേഷൻ ഉണ്ടെന്ന് ഗവൺമെൻറ് അറിയാമല്ലോ. അതിന്റെ ഡിഫറൻസ് ആയിരിക്കും വരാൻ പോകുന്നത്. അത് ഈ സർക്കാർ അത് വെളിപ്പെടുത്താതിരിക്കാൻ ഒക്കില്ല. ഈ സർക്കാർ അത് വെളിപ്പെടുത്തുമെന്ന് കരുതാൻ കഴിയില്ല. മുൻപുള്ള സർക്കാരുകളും അത് വെളിപ്പെടുത്തിയിട്ടില്ല. അന്നൊന്നുമില്ലാത്തൊരു സുതാര്യത ഈ സർക്കാർ വെളിപ്പെടുത്തിയില്ലെങ്കിൽ അതിന്റെ ഡെഫിനറ്റ് ആയിട്ട് ഇത് RTI പ്രകാരം കിട്ടും. അന്നൊരു RTI പ്രകാരം RBI ഗവർണർക്ക് അയച്ച കത്തിന് കടലാസിന്റെ വിലയില്ല, 500 രൂപയുടെ വിലയില്ല. ശ്രീ രമേശ് ഷാനവാസ് അങ്ങേക്ക് മറുപടി പറയുന്നിട്ട് എനിക്ക് വേഗം പി കരാറിലേക്ക് പോകണം. ഞാൻ ഒരൊറ്റ ചോദ്യം വിജയരാഘവനോട് ചോദിക്കുകയാണ്. ഈ ക്യൂ നിൽക്കുന്നത് എത്ര രൂപ വാങ്ങാനാ? നിങ്ങൾ പറയുന്ന പോലെ ലക്ഷങ്ങൾ വാങ്ങാനല്ല, 4000 രൂപ വാങ്ങാനാ ക്യൂ. പക്ഷേ വിജയരാഘവന് പോകേണ്ടി വരത്തില്ല, നിങ്ങളുടെ ക്ലാർക്ക് പോയി വാങ്ങും. ശ്രീ രമേശ് ഷാനവാസ്, അതല്ല പ്രശ്നം. ഈ 4000 മാറ്റി വാങ്ങുന്നത് കള്ളപ്പണക്കാർക്ക് വേണ്ടിയാണ്.
എന്നാണ് പറയുന്നത്. അതിനുള്ള ശതമാനക്കണക്കും ഇപ്പോൾ നിശ്ചയിക്കപ്പെടുകയാണ്, വിലപേശപ്പെടുകയാണ്. എന്തവാ വേണു? അല്ലല്ല. ഏത് കള്ളപ്പണക്കാരന് ഒരു നിമിഷം. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ പി കരുണാകരൻ ഈ വിരൽ മഷി പ്രയോഗം അടക്കമുള്ള കാര്യങ്ങൾ എടുത്തിരിക്കുകയാണ്. കള്ളപ്പണ വേട്ടയുടെ ഭാഗമായി അങ്ങുകൂടി പങ്കാളിയായ സർവകക്ഷി യോഗം ഉണ്ടായിരുന്നല്ലോ, മഹാനായ പ്രധാനമന്ത്രിയും പങ്കെടുത്തല്ലോ. അദ്ദേഹം ഈ മാർഗങ്ങൾ അടക്കമുള്ളവയുടെ ഫലപ്രാപ്തി അങ്ങേയടക്കം ബോധ്യപ്പെടുത്തിയോ? അല്ല, യോഗത്തിലെ എല്ലാ ആൾക്കാരും വളരെ ശക്തമായി ഗവൺമെൻറ്റിനെ അനുകൂലിക്കുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇതിലുള്ള പോരായ്മകൾ വളരെ ശക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പാർലമെൻറ്റിൽ ഇത് വളരെ വ്യക്തമായുള്ള ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ വിജയരാഘവൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ വളരെ വളരെ അതിശയോക്തിപരമായിട്ട് തോന്നുകയാണ്. എത്രയാണ് ഇപ്പോൾ ഇന്ത്യയിലാകെയുള്ള നമ്മുടെ മണി സർക്കുലേഷൻ? 16 ലക്ഷം അല്ലേ? ആ 16 ലക്ഷത്തിൽ 14 ലക്ഷം എന്ന് പറഞ്ഞാൽ 85% യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ നിങ്ങൾ ഇൻവാലിഡ് ആക്കിയിരിക്കുക. ഈ സമ്പദ് വ്യവസ്ഥയെ 2.5 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയുക? നിങ്ങൾ പറയുന്നത് ഒരാഴ്ച, 10 ദിവസം, 50 ദിവസം എന്നുള്ളതല്ലേ? യഥാർത്ഥത്തിൽ ഇത് വളരെ സീക്രട്ടായിട്ടാണ്, ഒരാൾക്കും ഇത് ലീക്കേജ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണല്ലോ അവകാശവാദം. എന്നാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും കോടിക്കണക്കിന് രൂപ ഈ തീരുമാനത്തിന് മുമ്പ് നമ്മുടെ പല ബാങ്കുകളിലും വന്നിട്ടുണ്ട്. എന്തിന്? വെസ്റ്റ് ബംഗാളിലെ BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റി നടന്ന ദിവസം ഈ തീരുമാനത്തിന് തലേ ദിവസം 60 ലക്ഷം രൂപയാണ് അവിടുത്തെ പ്രസിഡന്റ് നിക്ഷേപിച്ചത്. എങ്ങനെയാണ് ഈ വിവരം കിട്ടിയത്? അതേപോലെ തന്നെ ഗുജറാത്തിലെ പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. കാരണം 500 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകൾ പിൻവലിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. ഇന്ത്യയിലെ ഒരു വ്യവസായിയും ഒരു പ്രമുഖനും യഥാർത്ഥത്തിൽ ഇതിനെ എതിർത്തിട്ടില്ലല്ലോ. കാരണം അവർക്ക് എതിർക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്കറിയാം എന്താ വരാൻ വേണ്ടി പോകുന്നു എന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂലിപ്പണിക്കാരായാലും അതുപോലെ തന്നെ ട്രേഡേഴ്സ് ആയാലും